ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 3 പ്രതികളുടെ ജാമ്യം ഇന്ന് കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ടായിരുന്ന ആദ്യ പരാതിയിൽ കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തു വരാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചിട്ടില്ലെന്നാണ് ഇതുവരെയുള്ളൊരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില നിർണായകമായ മൊഴിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയാണ്. നമസ്കാരം വക്കീലെ. നമസ്കാരം. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്കും പല ഉന്നത നേതാക്കന്മാർക്കും പല ഉപഹാരങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ ചില പ്രസ്താവനകളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ഭക്തൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞെടുത്തു നിന്നും അങ്ങനെയല്ല, മന്ത്രിയായി തുടർന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നും പല 2 തവണയോളം ചെന്നിട്ടുണ്ടെന്നും അതിൽ 2ാം തവണ ചെന്നപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് സൽക്കാരത്തോടു കൂടിയാണ് പിരിഞ്ഞത് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇത് കൃത്യമായി CPM-നെ വെട്ടിലാക്കുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം തന്ത്രി അറസ്റ്റായ സമയത്ത് കേസ് കോൺഗ്രസിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വീണ്ടും CPM-ന് നേരെ തന്നെ വരികയാണോ? തീർച്ചയായും ഇതൊരു ബൂമറാങ്ങായി മാറും എന്നതിൽ സംശയമൊന്നും വേണ്ട. അവർ കോൺഗ്രസ് നേതൃത്വത്തെ ഈ കേസിന്റെ ഏതെങ്കിലും ഇടവഴികളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം തെളിവിന്റെ അഭാവം കൊണ്ട് അത് തള്ളിപ്പോവുകയാണ് ചെയ്തത്. ആദ്യം അവർ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോറ്റി കണ്ടു എന്നാണ്. സോണിയാഗാന്ധിയെ പോറ്റി കണ്ടു എന്നത് ജാംബുവാന്റെ കാലത്തെ ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ടാണ് വന്നത്. എന്നാൽ ഇപ്പൊ കടകംപള്ളിയെ പോറ്റി കണ്ടത്, അല്ലെങ്കിൽ കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ പോയി പോറ്റിയെ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഈ കൊള്ള നടക്കുന്ന സമയത്താണ്. ആയതുമായി ബന്ധപ്പെട്ട് അയാളുടെ അയൽവാസിയാണ് സാക്ഷ്യം പറയുന്നത്. അയൽവാസി നേരിട്ട് പറയാണ്, പോറ്റിയുടെ വീട്ടിൽ പലപ്പോഴും കടകംപള്ളി വന്നു പോയിട്ടുണ്ട്. അങ്ങനെ പോയ സമയത്ത് ദീർഘസമയം അവിടെ ചെലവിട്ടിട്ടുണ്ട്. നോക്കൂ, വെറും കടകംപള്ളി അല്ല കേട്ടോ വന്നു പോയത്. ദേവസ്വം മന്ത്രിയായ കടകംപള്ളി, ദേവസ്വത്തിന്റെ കീഴിലുള്ള ശബരിമലയിലെ വലിയ കൊള്ള നടത്തിയ ആ കൊള്ളയുടെ ഉപജ്ഞാതാവായ ബുദ്ധി കേന്ദ്രമായ പോറ്റിയുടെ വീട്ടിൽ ദേവസ്വം മന്ത്രിയായിരിക്കെ ഈ കൊള്ളകൾ നടന്ന സമയത്ത് എന്തിനു വന്നു എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാതെ ഒരു കൊള്ളയെ പറ്റിയും ചിന്തിക്കാത്ത സമയത്ത് പോറ്റി വള്ളി നിക്കർ വിട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് പോറ്റി ACC ഓഫീസിൽ പോയി എന്ന് പറയുന്ന പോലത്തെ കാര്യമല്ല ഇത്. ഈ കൊള്ള നടക്കുന്ന സമയത്ത് ആ കൊള്ള നടക്കുന്ന സ്ഥലത്തിന്റെ നിയന്ത്രണമുള്ള മന്ത്രി ആ കൊള്ളക്കാരന്റെ വീട്ടിൽ എന്തിനു പോയി എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഞങ്ങൾ തുടക്കം തൊട്ടേ കോൺഗ്രസ് പറയുന്ന ടേക്കിന് വലിയ പ്രാധാന്യമുള്ളത്. എന്താ ഞങ്ങൾ പറഞ്ഞത് ഇത് കടകംപള്ളി അല്ല, ഇത് കടകം പാലമാണ്. ആ പാലത്തിലൂടെയാണ് ശബരിമലയിലെ സ്വർണം എവിടെ കടന്നത്? കടല് കടന്നത്. ഈ പാലത്തിന്റെ ഒരെഡ്ജ് പോയി നിൽക്കുക പിണറായി വിജയനിലായിരിക്കും. സ്വാഭാവികമായും SIT കടകംപള്ളിയിലൂടെ കടകം പാലത്തിലൂടെ നടന്നു ചെല്ലുമ്പോൾ അത് പിണറായി വിജയന്റെ ഓഫീസിൽ ചെന്നല്ലാതെ നിൽക്കില്ല. അതിനുള്ള ആർജവം SITക്കുണ്ടോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. നോക്കൂ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് N വാസുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. N വാസു ആരെ ചൂണ്ടിക്കാണിക്കുന്നു? പത്മകുമാറിനെ ചൂണ്ടിക്കാണിക്കുന്നു. പത്മകുമാർ N വിജയകുമാറിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോ അതേ പോറ്റി തന്നെ കടകംപള്ളിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമാണ് കടകംപള്ളിക്ക് ആരെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. ആ ഉന്നതൻ ആരാണ്, ആ ദൈവസമാനൻ ആരാണ് എന്നത് മനസ്സിലാവണമെങ്കിൽ സ്വാഭാവികമായും കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. അതിനെന്തുകൊണ്ടാണ് SIT മടിക്കുന്നത്? SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തത് സാക്ഷിയായാണോ പ്രതിയായാണോ എന്നത് വ്യക്തത വരുത്തണ്ടേ? ആ കാര്യങ്ങളുടെ അകത്ത് കൃത്യമായ ഉത്തരം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരാൻ ഇനിയും വൈകേണ്ട താമസമില്ല. കടകംപള്ളിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി SIT തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ മാത്രമാണ് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്ത് പങ്കാണുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പങ്കുള്ളതെന്നും നമുക്ക് മനസ്സിലാവുക. നമുക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അതായത് കടകംപള്ളിയെ സംബന്ധിച്ച് പിണറായി വിജയന്റെ തിരുവനന്തപുരം ജില്ലയിലെ വിശ്വസ്തനാണ് കടകംപള്ളി. കടകംപള്ളിയോട് ആലോചിച്ചല്ലാതെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു തീരുമാനത്തിലേക്കും പിണറായി വിജയൻ പോകാറില്ല. അതെനിക്ക് നേരിട്ട് ഒരു പരിധിവരെയൊക്കെ അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പോലും CPIM-ൽ തീരുമാനിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ അവസാന വാക്കായി നിന്ന ആള് കടകംപള്ളിയാണ്. കാരണം കടകംപള്ളിയോട് ചോദിച്ചിട്ട് ബാക്കി അറിയിക്കൂ എന്നാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പലതും പാർട്ടി നേതൃത്വത്തോട് പറയുക. അപ്പൊ അത്രമാത്രം ശക്തനാണ്, അത്രമാത്രം പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പൊ ആ കടകംപള്ളി ഇങ്ങനെ ഒരു കൊള്ള നടത്താൻ കൂട്ടുനിന്നെങ്കിൽ, അല്ലെങ്കിൽ കൊള്ള നടത്തിയെങ്കിൽ അത് പിണറായി വിജയന്റെ മൗനാനുവാദമില്ലാതെ, സമ്മതമില്ലാതെ നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഒരു കാര്യം കൂടി, തന്ത്രി അനുജ്ഞ കൊടുക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അനുജ്ഞ കൊടുക്കുക എന്ന് വെച്ചാൽ ദേവഹിതം നോക്കി അത് ശരിയാണോ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ കടകംപള്ളിക്ക് കൊള്ള നടത്താനുള്ള അനുജ്ഞ കൊടുത്തത് പിണറായി വിജയനാണോ എന്നത് അറിയണം.
CPM-ന്റെ കേഡർ സിസ്റ്റം അനുസരിച്ച് ആ അനുജ്ഞ കൊടുക്കേണ്ട തന്ത്രി പിണറായി വിജയനാണല്ലോ. പിണറായി വിജയൻ പറയാതെ കടകംപള്ളിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പം കടകംപള്ളിക്ക് അനുജ്ഞ കൊടുത്തത്, കമാൻഡ് കൊടുത്തത്, പെർമിഷൻ കൊടുത്തത് അത് പിണറായി വിജയനാണോ എന്നതാണ് ഞങ്ങളുടെ സംശയം. ആ സംശയം ബലപ്പെടുത്തുന്ന വിവരങ്ങളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. SIT ഇനിയും അമാന്തിച്ചൂടെ അവർ ഉടൻ തന്നെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായിരുന്നു ആദ്യം രഹസ്യമായി കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങളിലൂടെ ഇത് പുറം ലോകം അറിയുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇനി ഒരു തവണ കൂടി ചോദ്യം ചെയ്യലുണ്ടായാൽ അത് തീർച്ചയായും കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു നിർണായകമായ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് കടകംപള്ളിയുടെ അറസ്റ്റ് അധികം വൈകാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എത്രയൊക്കെ ആരൊക്കെ അറസ്റ്റ് ചെയ്താലും ആരൊക്കെ പ്രതികളാണെന്ന് കോടതി പറഞ്ഞാലും CPM-ന്റെ പാർട്ടി കോടതിയിൽ ഇവരാരും തന്നെയും കുറ്റക്കാരല്ല, ഇവരെല്ലാവരും തന്നെയും കുറ്റം ആരോപിക്കപ്പെട്ട ആരോപിതർ മാത്രമാണെന്നാണ് CPM പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും കൃത്യമായി അടുത്ത ഒരു ദിവസങ്ങളിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രതികളുടെ പേരുകൾ പാർട്ടിയിൽ ഉയർന്നു കേൾക്കുന്നിടത്തോളം കാലം, പാർട്ടിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് കോൺഗ്രസിന് വലിയൊരു അസറ്റായി മാറില്ലേ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള? അല്ല, ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ അസറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഈ വിഷയത്തിന്റെ സത്യം വെളിയിൽ വരണം. ഇങ്ങനെ സ്വർണം ചുരണ്ടി ചുരണ്ടി ചെമ്പാക്കിയതുപോലെ ഈ ചെമ്പ് ചുരണ്ടി ചുരണ്ടി ഇതിലെ സത്യം വ്യക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരാണ് അയ്യന്റെ സ്വർണം കണ്ടത്? ഇങ്ങനെ സത്യം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്ത്രിയെ കുടുക്കിയപ്പോൾ അത് കോൺഗ്രസിന് വിനയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഒരുപക്ഷെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിലെ പലരും കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, കോൺഗ്രസിൽ ആരും കുടുങ്ങാനില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എത്രയോ കാലങ്ങളായി, ഞാനടക്കം പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു 1-1.5 മാസമായി ഇടതു പ്രതിനിധികൾ പറയുന്നത് ഇത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന ആളെ മറ്റന്നാള് അതിന്റെ പിറ്റേന്ന് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1.5 മാസമായി. അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കാൻ പോലുള്ള ഒരു ധൈര്യം SITക്ക് ഇല്ല. എന്തുകൊണ്ടാ? തെളിവില്ല. അതായത് ഇവർ വെറുതെ ഇങ്ങനെ പുകപടലം സൃഷ്ടിക്കുന്ന പോലെയുള്ള കുറെ ആരോപണങ്ങൾക്കപ്പുറത്ത് യാതൊരു അടിസ്ഥാനത്തിന്റെയും ഉറപ്പില്ലാത്ത ബേസ്ലെസ് ആർഗ്യുമെന്റ്സ് ആണ് കോൺഗ്രസ് നേരെ ഇവർ വെക്കുന്നത്. നോക്കൂ, ഇപ്പോ വാഹനം കൊടുത്തതുമായി ബന്ധപ്പെട്ട് അന്ന് CPM പ്രതിനിധിയായിരുന്ന ദേവസ്വം ബോർഡ് അംഗം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എന്ന്. അതിന്റെ പിറ്റേ മണിക്കൂറിൽ നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ ഈ വാഹനം കൊടുക്കുമ്പോൾ അവിടെ ചിരിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നിൽക്കുന്ന അതേ CPM ബോർഡ് അംഗത്തിന്റെ ചിത്രം വെളിയിൽ വിട്ടു. അതോടുകൂടി ആ ക്ലെയിം പോയി. കൊടിമരം മാറ്റി ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റെക്കോർഡുകൾ വെളിയിൽ വന്നു. യാതൊരു തരത്തിലുള്ള പ്രശ്നവും കോൺഗ്രസ് ഭരിച്ച സമയത്ത് അവിടെ ഇല്ല എന്നത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി പിടിക്കപ്പെടണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ടേക്ക്. ഞങ്ങൾ പറയുന്നത് അയ്യന്റെ സ്വർണം കട്ടത് ആരാണെങ്കിലും അവരുടെ എല്ലാം കൈ പൊള്ളണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ ഇപ്പം കോൺഗ്രസ്സുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതിലെ സത്യം വെളിയിൽ വരണം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ആ സത്യം വെളിയിൽ വരുമ്പോൾ ഈ 2000 കോടി രൂപയുടെ അഴിമതി, 2000 കോടി രൂപയുടെ ക്ഷേത്രക്കൊള്ള, ആ ക്ഷേത്രക്കൊള്ളയുടെ ഏറ്റവും അവസാനത്തെ ആണി അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വള്ളി അത് ചെന്ന് നിൽക്കാൻ പോകുന്നത് പിണറായി വിജയനായിരിക്കും എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ SITയുടെ ഒരു മിന്നൽ പരിശോധന എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്താ പറയാ, 21 ഇടങ്ങളിലായിരുന്നു ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു പരിശോധനയുമായി SIT മുന്നോട്ട് വന്നത്. പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നല്ലാതെ സംസ്ഥാനത്തിന് പുറത്ത് പലയിടങ്ങളിലും ഈ പറഞ്ഞ പ്രതികളുടെ വീട്ടിലും അതുപോലെ തന്നെ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള പലരുടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 11ഓളം ആളുകളുടെ അല്ലെങ്കിൽ 12ഓളം ആളുകളുടെ വീട്ടിൽ പരിശോധനയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ നിന്നും കൃത്യമായ പല തെളിവുകളും SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ SIT കൃത്യമായ രീതിയിൽ തന്നെയാണോ ഈ പറയുന്ന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് ഉത്തരമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന അന്വേഷണം. തീർച്ചയായും CPM എന്നോ അല്ലെങ്കിൽ LDF എന്നോ UDF എന്നോ ഭേദമില്ലാതെ അല്ലെങ്കിൽ BJP എന്നോ ഭേദമില്ലാതെ കൃത്യമായി ആരാണോ തെറ്റുകാർ അവരെ എല്ലാവരെയും തന്നെയും SIT കൊടുക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് CPM-ന്റെ കയ്യിൽ നിന്നും പൂർണ്ണമായും ഈ അന്വേഷണത്തെ വഴിതിരിച്ചിടാനുള്ള എല്ലാം തന്നെയും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ? അല്ല, ഞങ്ങൾ പറയുന്നത് SIT തുടക്കം തൊട്ടേ ശരിയായ വഴിയിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ലാഗ് ഉണ്ടാവുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ. ഇപ്പൊ കടകംപള്ളിയിൽ എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നു. അത് എന്തിനാണ് ആ സമയം എടുക്കുന്നത്? അങ്ങനെ ഒരു ലാഗ് ഉണ്ടാവുന്നത്. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് പിന്നെ 1 മാസത്തേക്ക് വിവരമൊന്നുമില്ല. ഇപ്പോഴാണല്ലോ ആ വിവരം വെളിയിലേക്ക് വരുന്നത്. അപ്പൊ SIT ചില സമയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P ശശി അടക്കമുള്ളവർ കൊടുക്കുന്ന പ്രഷറിന്റെ പുറത്ത് മൗനം പാലിക്കുന്നുണ്ടോ, സ്ലോ അപ്പ് ആവുന്നുണ്ടോ, സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ആ സംശയമാണ് ഞങ്ങൾ പറയുന്നത്. അതിനു മുകളിൽ കോടതിയുടെ ഒരു പ്രഷർ വരുമ്പോൾ അവർ കൃത്യമായി അത് നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അല്ല, കോടതി തന്നെ എത്രയോ തവണ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് വലിയ തോക്കുകളിലേക്ക് പോകാത്തത്, എന്തുകൊണ്ടാണ് വലിയ മീൻ പിടിക്കാൻ നിങ്ങൾ വൈകുന്നത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് SIT ശരിയായ ദിശയിലല്ല എന്നല്ല കോടതിയും പറയുന്നത്. SIT ചില സമയങ്ങളിൽ സ്ലോ ഡൗൺ ചെയ്യുന്നു, അവർ വൈകുന്നു അവരുടെ അന്വേഷണം എന്നുള്ളതാണ്. ആ ടേക്ക് തന്നെയാണ് ഞങ്ങളുടേതും. അപ്പൊ SIT അങ്ങനെ വൈകാൻ പാടില്ല. ഉടനടി ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് കോടതി പ്രഖ്യാപിച്ചത്. അത് ദ്രുതഗതിയിൽ തന്നെ നടന്നാൽ മാത്രമാണ് എത്രയും പെട്ടെന്ന് ഈ കൊള്ളക്കാരിലേക്ക് അന്വേഷണം ചെന്നെത്തുക. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ SITയുടെ അന്വേഷണം ഏത് വിധേനയാണ് പോകുന്നത്, ഏതൊക്കെ വമ്പന്മാർ കുടുങ്ങും, കടകംപള്ളിയിൽ എത്തിയാൽ കടകംപള്ളി ഇനി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.